നമസ്കാരം ചെൽസി ഫാൻസ്. നമ്മുടെ റീഹാബിലിറ്റേഷൻ FC, ഇഞ്ചുറി FC, ഹോസ്പിറ്റൽ FC നമ്മൾ മിഡിൽസ്ബ്രോ ആയിട്ട് നേരിടാൻ പോകുന്നു. മിഡിൽസ്ബ്രോ അവരും 11 പ്ലേയേഴ്സ് അൺഅവൈലബിൾ ആണ്. കാർബാവ് കപ്പിന്റെ രണ്ടാം ലെഗ്. ഇനി അവര് 11 പ്ലേയേഴ്സ് അവൈലബിൾ ആയാലും നമ്മുടെ പ്ലേയേഴ്സ് അൺഅവൈലബിൾ ആയാലും ജയിക്കേണ്ട കളിയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇഞ്ചുറി ലിസ്റ്റിൽ തന്നെ നമുക്ക് ഡിസ്കഷൻ തുടങ്ങാം. എൻകുങ്കു വീണ്ടും പുറത്തിരിക്കുകയാണ്. എന്തോ ചെറിയ ഹിപ്പിന് ചെറിയൊരു പ്രശ്നം. ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഹിപ്പിന്റെ പ്രശ്നം മാറ്റാം. റോമിയോ ലാവിയ ഔട്ട്, മാലോ ഗുസ്തോ ഔട്ട്. മറ്റേ അവൻ കഴിഞ്ഞൊരു 4 കളി ഇഞ്ചുറി വന്നതിന് ശേഷം 90 മിനിറ്റ് കളിച്ചാണ്. ഇത് പോച്ചറ്റിനോന്റെ തലേ തന്നെയാണ്. കാരണം ഇഞ്ചുറി എന്ന് വന്ന പ്ലെയറിനെ എല്ലാ കളിയും 90 മിനിറ്റ് ഇട്ട് കളിപ്പിച്ചിട്ട് അവന് വീണ്ടും റീഹാബിലിറ്റേഷനിലേക്ക് കൊണ്ടെത്തി. റോബർട്ട് സാഞ്ചസും റീഹാബിലിറ്റേഷനിലാണ്. എല്ലാവരും റീഹാബിലിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർണെ ചുക്കോമൊക്കെ അവൈലബിൾ ആണ്, ചിൽവെൽ അവൈലബിൾ ആണ്. അത് തന്നെ ഒരു സന്തോഷം. ലിവി കോൾവിൽ, തിയാഗോ സിൽവനെയൊക്കെ സമ്മതിക്കണം. ഇത്രയും ഇഞ്ചുറി ഉണ്ടായിട്ട് പുള്ളിക്കാരൻ ഫിറ്റ് ആയിട്ടിരിക്കണം എന്നുള്ളതിൽ 100%. എൻസോ കൈസഡോ, നമ്മുടെ ബാക്കിയുള്ള യൂഷ്വൽ സസ്പെക്ട്സ് ആർ അവൈലബിൾ. ആര് അവൈലബിൾ ആയാലും മച്ചാനെ എനിക്ക് ആദ്യത്തെ ഒരു 30 മിനിറ്റിൽ ഒരു ഗോൾ കണ്ടേ പറ്റൂ. വി ഷുഡ് പ്ലേ ഫുൾ ഔട്ട് അറ്റാക്കിംഗ് ഫുട്ബോൾ. ഒരു ജീവമരണം, ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് കാണണം. പക്ഷെ അതൊന്നും കാണില്ല. അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം. നമ്മൾ ആ റയൽ മാഡ്രിഡ് ഒക്കെ ആയിട്ട് സെക്കൻഡ് ലെഗിൽ സാന്റിയാഗോ ബെർണബോയിൽ പോയി കളിച്ചൊരു കളി. ആ അലോൺസോന്റെ ഒരു ഗോൾ, അതിന് മറ്റേ ഹാൻഡ് ബോൾ ഒക്കെ ആയിപ്പോയി. ഒരു ചെറിയ ഈ ഇടയ്ക്കെന്തോ അതിന്റെ ഒരു വീഡിയോ കണ്ടോ, ഫുൾ സെന്റി. എന്തായിരുന്നു അന്നത്തെ കളി. അതുപോലെ നമ്മൾ അത് റയൽ മാഡ്രിഡ്, ഇത് മിഡിൽസ്ബ്രോനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിട്ട് വട്ടം കറക്കിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അവന്മാരായിട്ട് വട്ടം കറക്കി. നമ്മൾ ഭയങ്കര ഷോക്കായിട്ട് കളിച്ചു. ഒരു ആരെ വെളിയായിട്ട് കളിക്കണം. അടിപൊളി കളിയാണ്. ഞാൻ മറ്റേ ഇന്നലെ ജിറോണയുടെയും സെവിയുടെയും കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്താ കളി. സെവിയ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ജിറോനന്റെ സ്വഭാവം മാറ്റി. അവരുടെ ആ ലെഫ്റ്റ് ബാക്കും പിന്നെ ഡോഗ്ബിക്കും മറ്റേ ആജാനബാഹു സാൻ, അതൊക്കെ കളിയാണ്. അതൊക്കെ അവന്മാരുടെയൊക്കെ സ്ട്രൈക്ക് കാണുമ്പോൾ നമുക്ക് കൊതി വരും. നമുക്കുണ്ട് കുറെ ഇതുപോലെ തന്നെ. മറ്റേ പോസ്റ്റിന് മുമ്പിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നലെ ഞാനിപ്പോ എന്ത് ചെയ്യണം, ഈ ബോളിന്റെ കാലിൽ വന്നു, ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ മറ്റവൻ എത്തിയിട്ട് അയ്യോ ഞാനിപ്പോ പോസ്റ്റിന്റെ മുമ്പിൽ എത്തി ഗജനി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇത് ഇങ്ങനെയുള്ളവന്മാരൊക്കെയാണ് നമ്മുടെ ടീമിലുള്ളത്. ഇവന്മാരെയൊക്കെ ജിറോനന്റെ കോച്ചിന്റെ മുന്നിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരെ കളിപ്പിക്കുകയും കൂടിയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു അറ്റാക്കിംഗ് പെർഫോമൻസ് ആണ് മിഡിൽസ്ബ്രോ ആയിട്ടാണ്. ഞാൻ പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് വയ്യ സെക്കൻഡ് ഹാഫ് വരെയൊക്കെ ഇരുന്ന് കളിയാണ്. ആദ്യത്തെ വളരെ അഗ്രസീവായിട്ട് ഇറങ്ങണം. അല്ലാണ്ട് ഇവരെ അവസാനം ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്കറിയില്ല ട്രെയിനിങ്ങിൽ എന്ത് പറ്റി, എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഈ മുടന്ന ന്യായങ്ങളും കൊണ്ട് പോച്ചിറ്റിനെ കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ല കുരു മൊത്തം പൊട്ടും. തോമസ് ടൂക്കലിന് ഇപ്പൊ ചീത്ത കേട്ടുകൊണ്ടിരിക്കുക വയൻ ഫാൻസിന്റെ വക. പുള്ളിക്കാരനെ ഒരുപാട് എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ പോച്ചിറ്റിനോ സിറ്റുവേഷൻ, എല്ലാ കോച്ചുകളും എല്ലാ സ്ഥലത്തും അതിൻ്റെതായ പ്രഷറും ചീത്തവിളിയും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ജയിക്കേണ്ട ഒരു കളി തന്നെയാണ്. ആകെ 1 ഗോൾ ലീഡേ ഉള്ളൂ. ആദ്യത്തെ ഒരു 30 മിനിറ്റിൽ ഒരു ഗോൾ അടിച്ച മറ്റേ എവേ റൂളും മറ്റേ റൂളും മറിച്ച റൂളും ഒന്നുമില്ല. അപ്പൊ ആദ്യത്തെ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടും കൂടെ അടിച്ച് സെറ്റാക്കി ഒരു 3-1 അഗ്രിഗേറ്റ്, 3-0 കംഫർട്ടബിൾ വിന്നൊക്കെ ആവണം. അതൊക്കെയാണ് പെർഫോമൻസ്. അതൊക്കെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പെർഫോമൻസ്. അല്ലാണ്ട് മുക്കിയും മൂളിയും ഒരു ഗോൾ അടിച്ചു, നമ്മൾ 1-1 ഡ്രോ ആയ, രണ്ടാമത്തെ ഗോൾ നമ്മൾ എരിഞ്ഞു, 91-ാമത്തെ മിനിറ്റിൽ ഒരു പെനൽറ്റി, പിന്നെ എങ്ങനെയോ ഒരു ഗോൾ അടിച്ചു, ജയിച്ചു തോറ്റു. അതൊക്കെ ഒന്നും ഒരു ജയമല്ല. ഒരു എന്താ പറയണേ, ആധിപത്യം കാണിക്കുന്ന ഒരു ജയം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ കളിയാണ് ഞാൻ കാണേണ്ടത്. പക്ഷെ അതൊന്നും കാണില്ല. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ എന്താവാൻ പോണോ എന്തോ നമുക്ക് കണ്ടറിയാം. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് കമന്റ് സെക്ഷനിൽ എപ്പോഴത്തെ പോലെ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസി കാരൻ.